നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെയും കുറച്ച് ദിവസം വൈകി ഒരു 2-3 ദിവസത്തിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് വെബ്, ഡീപ്പ് വെബ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ രണ്ട് വെബുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചതുമാണ്. നിങ്ങൾക്ക് അഥവാ അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പഴയ വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ 3 തരത്തിലുള്ള ഇന്റർനെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഡീപ്പ് വെബ്, ഡാർക്ക് വെബ്, സർഫസ് വെബ് എന്ന 3 ലെയറായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഹിഡൻ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കാണാവുന്നതാണ്. അനുസരിച്ച് നമ്മൾ ഒരിക്കൽ ഡാർക്ക് വെബ് സർഫ് ചെയ്തിരുന്നു. ഇങ്ങനത്തെ കുറച്ച് വീഡിയോസിലാണ് എൻ്റെ ഏറ്റവും ഹൈ റേറ്റഡ് വ്യൂസ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഒരിക്കൽ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താമെന്ന്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് നല്ല എക്സൈറ്റിംഗ് ആയിരിക്കാം എന്ന് തോന്നുന്ന കുറച്ച് ഫാക്റ്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഈ വീഡിയോ അവസാനം വരെ കാണുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെല്ലൈക്കൺ കൂടി. സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും അറിയാം ഡാർക്ക് വെബ് എന്ന ഈ ഇല്ലീഗൽ ആയിട്ടുള്ളൊരു വെബ് ഏറ്റവും വേഗത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 2001 7 പെറ്റാബൈറ്റ് ആയിരുന്നപ്പോൾ 2003 ആകുമ്പോഴേക്കും വെറും 2 വർഷത്തെ കാലയളവിൽ 91,000 പെറ്റാബൈറ്റ് ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ 7.5 നിന്നും 91,000 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വാസ്റ്റ്നെസ് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും വാസ്റ്റ് ആയിട്ട് അത് വളർന്നു കഴിഞ്ഞു. അത്രയും കഷ്ടമാണ് അപ്പോൾ ഈ ഡാർക്ക് വെബിനെ നിർത്തുക അല്ലെങ്കിൽ തടയുക എന്നുള്ളത്. രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പല ബാൻഡായ ബുക്കുകളും നമ്മൾ നോർമലായിട്ടുള്ള ഒരു മനുഷ്യന് വായിക്കാൻ പറ്റാത്ത പല ബുക്കുകളും ഡാർക്ക് വെബിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ബുക്ക് വായിക്കുന്നതിലൂടെ ഹ്യൂമാനിറ്റിക്ക് പ്രശ്നം വരും എന്നുള്ള പല ബുക്കുകളും, അത്ര തരത്തിലുള്ള പല ബുക്കുകളും ഉണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ക്രിമിനൽസിനൊക്കെയാണ് അത് അലൗഡ് ആയിട്ടുള്ളത്. അങ്ങനത്തെ പല പുസ്തകങ്ങളും, ആ പുസ്തകം നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് തന്നെ പ്രശ്നം വരുത്തും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ തന്നെ നശിപ്പിക്കും എന്ന തരത്തിലുള്ള ബുക്കുകൾ പോലും ഡാർക്ക് വെബിൽ അവൈലബിൾ ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. പിന്നെ ഏറ്റവും കുറച്ച് വേഴ്സ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഡാർക്ക് വെബിൽ ആത്മാവുകൾ പോലും വിൽക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. ഇത് പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആത്മാവ് സാധനങ്ങളുടെ രൂപത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എനിക്കും അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല. പ്രത്യേകിച്ച് ഈ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതായ കുട്ടികളുടെ ആത്മാവൊക്കെയാണ് കൂടുതൽ വിൽക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് തോന്നുമ്പോൾ ഇത് ഫേക്ക് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇത് ഡാർക്ക് വെബിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടായിരിക്കാമല്ലോ അത് അവിടെ വിൽക്കപ്പെടുന്നത്. അപ്പോൾ അത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ക്രിമിനൽസ് മാത്രമാണ് ഡാർക്ക് വെബ് അല്ലെങ്കിൽ ടോർ ബ്രൗസർ ഉപയോഗിക്കാറ് എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായും തെറ്റാണ്. ജേർണലിസ്റ്റുകളും ഡാർക്ക് വെബ് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും വളരെയധികം സെൻസിറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യം, ഫോർ എക്സാമ്പിൾ ഞാൻ ഏത് രാജ്യം എടുക്കുന്നില്ല, ഒരു രാജ്യത്ത് അവിടെ ഗവൺമെന്റ് വളരെയധികം ഹാർഷാണ്. എല്ലാ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജേർണലിസ്റ്റ് തിരിച്ചതിനെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മീഡിയ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഗവൺമെന്റിനെ അത് നിരീക്ഷിച്ച് അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ ആ ഗവൺമെന്റ് അറിയാതെ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെയുള്ള മൂവ്മെന്റുകളൊക്കെ നടത്താൻ ജേർണലിസ്റ്റും ഈ വഴി ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് വെബ് വളരെയധികം ഗ്രോത്ത് പ്രാപിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനൊരു ഉദാഹരണം തന്നെയാണ് 2 ലക്ഷത്തിലധികം വെബ്സൈറ്റുകളാണ് ഇപ്പോൾ നമുക്ക് ഡാർക്ക് വെബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പല നമുക്ക് ഒരിക്കലും അറിയാനായിട്ട് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് യുദ്ധങ്ങളുടെ ഹിസ്റ്ററി അതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏലിയൻസിന്റെ ജനറേഷനും അതിലുള്ള പല ഘടകങ്ങളും, ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ടുകളിലെല്ലാം അടങ്ങിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഡാർക്ക് വെബിൽ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ നമുക്ക് ഇതും എല്ലായ്പ്പോഴും ഉയർന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്തുകൊണ്ട് അപ്പോൾ ഗവൺമെന്റ് ബാൻ ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ 90% സ്പോൺസർഷിപ്പ് ഇതിന്റെ തുടക്കകാലത്ത് നൽകിയിരിക്കുന്നത്, ഇപ്പോഴും നൽകിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഫസ്റ്റ് ഒരു ഗവൺമെന്റിനെ അവരുടെ മിലിറ്ററി ബേസിൽ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടോർ ബ്രൗസറാണ്. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഫർമേഷൻ ഹൈഡ് ചെയ്തതിനനുസരിച്ച് അവർക്ക് മൂവ്മെന്റ്സ് നടത്താൻ, ഇപ്പോൾ വാറിൽ തന്നെ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ രാജ്യം നമ്മളെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ടോർ ബ്രൗസർ എന്നുള്ളത്. പക്ഷെ അതിപ്പോൾ ജേർണലിസ്റ്റ് ഉപയോഗിക്കുന്നു, ക്രിമിനൽസ് മെയിനായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ബ്ലോക്ക് ചെയ്തിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡേറ്റാസും ഗവൺമെന്റിന്റെ വെളിയിലേക്ക് പോകാൻ സാധിക്കാത്ത ഡേറ്റാസ് എല്ലാം ഡാർക്ക് വെബിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അപ്രാപ്യമായ ഒരു കാര്യം തന്നെയാണ്. ഒരു സെല്ലർ, നമുക്ക് വളരെ അധികം ആശ്ചര്യമായി തോന്നുന്ന ഒരു സെല്ലർ, അതിൽ നമുക്കറിയാം പലതരം കച്ചവടങ്ങൾ നടക്കാറുണ്ടെന്നുള്ളത്. ഇതിൽ നടക്കുന്ന ഒരു സെല്ലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ് പില്ല് എന്നൊരു പില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗുളിക എന്ന് പറയും. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, സെല്ലർ വാഗ്ദാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുളിക കഴിച്ച് നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് കുറച്ച് ദിവസത്തിലൂടെ നിങ്ങൾ ജീവിതത്തിൽ നടക്കും. അപ്പോൾ നിങ്ങൾ അത് കഴിച്ചിട്ട് ഒരു കാർ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ കുറച്ച് ദിവസത്തിന് ശേഷം എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു കാർ എത്തും. അങ്ങനെ ഒരു എക്സാമ്പിൾ വൈസ് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഡാർക്ക് വെബിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുന്നു. പക്ഷെ നമ്മൾ തീർച്ചയായും ഈ ഡാർക്ക് വെബ് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെപ്പോലെ ഒരു നോർമലായിട്ട് യൂസറിന് തീർച്ചയായും അതിനെ അകത്തേക്ക് പോയിട്ട് കാര്യമില്ല. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാം, പോകണം,
അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സർഫസ് മാത്രം, നിങ്ങൾ പലരും പറഞ്ഞു ഇതാണോ ഇത്ര ഡേഞ്ചറസ് എന്നുള്ളത്. ഡേഞ്ചറസ് എന്നല്ല, ഞാൻ അതിൻ്റെ ഒരു സർഫസ് മാത്രമാണ് അതിലൂടെ കാണിച്ചത്. എനിക്കും കാര്യമായിട്ട് അതിൽ സർഫ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനൊരു സർഫസ് അറിയാത്തവർക്കായിട്ട് ഇതൊക്കെയാണ് ഡാർക്ക് വെബ്, ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് ഡഗ്ഡഗോ എന്ന ഇതിലാണ് അത് വർക്ക് ചെയ്യുന്നത്, സെർച്ച് എഞ്ചിനിലാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറഞ്ഞത്. ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിൽ കുറച്ച് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 സബ്സ്ക്രൈബർ കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് തീരും. ഇപ്പോൾ ചിലപ്പോൾ നാളെ അയക്കാം. അപ്പോൾ നമ്മുടെ 1000 സ്പെഷ്യൽ വീഡിയോ, ഒരു മോട്ടിവേഷണൽ ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കളും യൂട്യൂബിൽ എല്ലാവരും നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും എൻ്റെ മോട്ടിവേഷണൽ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമാക്കി വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കണം ചെറിയ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാൻ അടുത്ത വളരെ വേഗം തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.